CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വി ശിവൻകുട്ടിയെയും മറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ നേതാക്കളും തിരുവനന്തപുരത്ത് അവിടെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായിട്ട് തമ്പടിച്ചിരിക്കുകയാണ്. വലിയ കൂട്ടം പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ കൂട്ടം പ്രവർത്തകർ ഇനിയും എത്തിച്ചേരും എന്ന് വേണം മനസ്സിലാക്കാൻ. ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലെ സ്ഥിതി. അവിടുത്തെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും കണ്ണൂരിലെ വീടിന് മുന്നിലും കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. KK ശൈലജയും KK രാഗേഷും MV ജയരാജനും അടക്കമുള്ള നേതാക്കൾ അവിടെയുമുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പന്തം കൊളുത്തി പ്രതിഷേധം പോലുള്ളവ നടത്താനും CPIM പദ്ധതിയിടുന്നുണ്ട്. അത്തരം പ്രതിഷേധ സമരങ്ങൾ നടക്കുകയും ചെയ്യും. വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് കേരളം ആകെ ഉണരുകയാണ്. CPIM കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഭരണപക്ഷത്തായിരുന്ന, സംസ്ഥാനം 10 വർഷമായിട്ട് ഭരിക്കുകയായിരുന്ന CPIM പ്രതിപക്ഷത്തായതിന് തൊട്ടു പിന്നാലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ, PB അംഗത്തെ ഇങ്ങനെയൊരു കുരുക്കിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ED നടത്തുന്ന ശ്രമം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് CPIMന്റെ ഡിഫൻസ്. വലിയ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടുമായിട്ട് അവർ ഉയർത്തുകയാണ്. ഹാൻസ് ജോൺ ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നത്. ഹാൻസ്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? സനീഷ്, EDയുടെ പരിശോധന ഇപ്പോഴും പിണറായി വിജയന്റെ വസതിയിൽ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കർ ജംഗ്ഷനിലെ വീട്ടിലെത്തിയത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 10 ഇടങ്ങളിൽ സമാന്തരമായ പരിശോധന EDയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് തിരുവനന്തപുരത്തെ വീട്. മറ്റൊരു സ്ഥലം കണ്ണൂർ പിണറായി വിജയന്റെ വീട്ടിലാണ്. ഒപ്പം തന്നെ വീണയുടെ ബാംഗ്ലൂരിലെ ഓഫീസിലും ആലുവയിലെ CMRLന്റെ ഓഫീസിലും കൊച്ചിയിൽ ശശിധരൻ കർത്തയുടെ CMRL ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ കർത്തയുടെ വീട്ടിലും കോഴിക്കോട് മുൻ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ വീട് അടക്കം 12 ഇടങ്ങളിൽ, സംസ്ഥാനത്തിന് പുറത്തു കൂടി ചേർത്ത് 12 ഇടങ്ങൾ, സംസ്ഥാനത്തിനുള്ളിൽ മാത്രം 10 ഇടങ്ങൾ ഹാൻസ് ജോണാണ് അവിടെ വിവരങ്ങൾ നൽകുന്നത്. പിണറായിയുടെ വീടുകളിൽ ED റെയ്ഡ് നടക്കുകയാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തും കണ്ണൂരും റെയ്ഡ് നടക്കുന്നുണ്ട്. 12 ഇടങ്ങളിലാണ് റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും, മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. വീണ വിജയനും പിണറായി വിജയനും അടക്കമുള്ളവർ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.